ജീവിതത്തിലെ നിർണായകമായ ഒരു കാലഘട്ടമാണ് റിട്ടയർമെൻറ്റ്. വർഷങ്ങളോളം അധ്വാനിച്ചതിനെ കഷ്ടപ്പെട്ടതിനെ ഗുണഫലങ്ങൾ ആസ്വദിക്കാനും വിശ്രമിക്കാനും പ്രയോജനപ്പെടുത്താവുന്ന ജീവിതഘട്ടം. എന്നിരുന്നാലും വ്യക്തിഗത സമ്പാദ്യത്തെയും സാമൂഹിക സുരക്ഷാ ആനുകൂല്യങ്ങളെയും മാത്രം ആശ്രയിച്ച് ശിഷ്ടകാലം മുന്നോട്ട് നീങ്ങുക എന്നത് എല്ലാവർക്കും പ്രായോഗികമാകണമെന്നുമില്ല. സാമ്പത്തിക സാഹചര്യങ്ങൾ അനുദിനം മാറിമറിയുന്ന എത്തുന്ന കാലഘട്ടത്തിൽ സ്ഥിരതയാർന്നും ഉറപ്പുള്ളതുമായ വരുമാനം മിക്കവരുടെയും മുൻഗണനാ പട്ടികയിലുള്ള ആവശ്യങ്ങളൊന്നാകുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ റിട്ടയർമെൻറ്റ് ജീവിതത്തിലേക്ക് ഗ്യാരണ്ടിയുള്ള വരുമാനം സ്വായത്തമാക്കാനുള്ള 4 നിക്ഷേപ തന്ത്രങ്ങളാണ് ചുവടെ വിശദീകരിക്കുന്നത്. ആദ്യം, റിവേഴ്സ് മോർട്ട്ഗേജ്. ഒരുതരം ഭവന വായ്പയാണ് റിവേഴ്സ് മോർട്ട്ഗേജ്. വീട്ടിൽ താമസിക്കുന്നിടത്തോളം ഈ വായ്പ തിരിച്ചടയ്ക്കേണ്ടതില്ല എന്നതാണ് പ്രത്യേകത. വലിയൊരു തുക ഒറ്റത്തവണയായോ മുടങ്ങാതെയുള്ള പ്രതിമാസ വരുമാനമായ അല്ലെങ്കിൽ ആവശ്യമുള്ള സമയത്ത് വേണ്ടുന്ന തുക ലഭ്യമാക്കുകയോ ചെയ്യുന്ന വിധമാണ് റിവേഴ്സ് മോർട്ട്ഗേജ് സജ്ജമാക്കിയിട്ടുള്ളത്. ഇവയിലൊന്നും നികുതി ബാധകമല്ല. എപ്പോഴാണ് നിങ്ങൾ വീട് വിൽക്കുകയോ സ്ഥിരമായി മാറി താമസിക്കുകയോ അല്ലെങ്കിൽ മരണപ്പെടുകയോ ചെയ്യുമ്പോഴായിരിക്കും വായ്പയുടെ മുതൽ തുകയും പലിശയും തിരിച്ചടയ്ക്കുന്നത്. അതുവരെ സമ്പാദിച്ചതിൽ ഏറ്റവും വിലപിടിപ്പുള്ള ആസ്തികളൊന്നായി വീട് പണയപ്പെടുത്തുന്നതിലൂടെ അധിക വരുമാനം കണ്ടെത്താമെന്നതും പരാശ്രയമില്ലാതെ ബാക്കിയുള്ള ജീവിതകാലം മുന്നോട്ട് നീക്കാം എന്നതുമാണ് ജോലിയിൽ നിന്ന് വിരമിച്ചവരെ സംബന്ധിച്ച് റിവേഴ്സ് മോർട്ട്ഗേജ് പരിഗണിക്കാവുന്ന നിക്ഷേപ തന്ത്രങ്ങളൊന്നായി മാറുന്നത്. അതേസമയം റിവേഴ്സ് മോർട്ട്ഗേജിന് ശ്രമിക്കുമ്പോൾ മികച്ച പ്രവർത്തന പാരമ്പര്യമുള്ള ധനകാര്യ സ്ഥാപനങ്ങളുമായി മാത്രം കൈകോർക്കാൻ ശ്രമിക്കുക. 2. ഫിക്സഡ് ആന്വിറ്റി. വിരമിക്കൽ കാലയളവ് കണക്കാക്കി നിക്ഷേപിക്കുന്നവർക്ക് ഉറപ്പുള്ള വരുമാനം ലഭിക്കുന്നതിനായി പരിഗണിക്കാവുന്ന മാർഗ്ഗങ്ങളിലൊന്നാണ് ഫിക്സഡ് ആന്വിറ്റി പദ്ധതികൾ. ദീർഘമായ കാലയളവിലേക്കുള്ള ഇൻഷുറൻസ് കരാറുകളാണിത്. പദ്ധതിയിലേക്ക് നിക്ഷേപിക്കുന്ന വേളയിൽ നിശ്ചിത പലിശ നിരക്ക് ഇൻഷുറൻസ് കമ്പനി തീർച്ചപ്പെടുത്തും. ഇതിലൂടെ പദ്ധതി കാലയളവിലേക്ക് നിർദ്ദിഷ്ട നിരക്കിൽ ആദായം ലഭ്യമാകും. അതേസമയം വലിയ തുക ഒറ്റത്തവണയോ അല്ലെങ്കിൽ നിശ്ചിത കാലയളവിൽ തവണകളായോ ആന്വിറ്റി അക്കൗണ്ടിലേക്ക് നിക്ഷേപം നടത്തണം. ഈ നിക്ഷേപ കാലാവധി പൂർത്തിയാകുമ്പോൾ നിങ്ങൾക്ക് അക്കൗണ്ടിനെ ഇൻകം വിഭാഗത്തിലേക്ക് മാറ്റിയെടുക്കാം. 3. ബക്കറ്റ് സ്ട്രാറ്റജി. റിട്ടയർമെൻറ്റ് സമ്പാദ്യത്തെ 3 വിഭാഗങ്ങളെ തരംതിരിക്കാവുന്ന തന്ത്രമാണ് ബക്കറ്റ് സ്ട്രാറ്റജി. ഓരോ ആവശ്യങ്ങളുടെ പ്രാധാന്യം അനുസരിച്ചായിരിക്കും അവയിലേക്കുള്ള പ്രവേശനം ലഭ്യമാക്കുന്നത്. ഒന്നാമതായി, മാറ്റിവെക്കുന്ന തുകയിൽ നിന്നായിരിക്കും സ്ഥിരമായി പരിപാലിക്കേണ്ട ചെലവുകൾ നേരിടുന്നത്. രണ്ടാമതായി തരംതിരിച്ച തുക അടുത്ത 3 മുതൽ 10 വർഷത്തെ ചെലവുകൾ നേരിടുന്നതിനെ മാറ്റിവെക്കുന്നതായിരിക്കും. അന്വിറ്റിയോ മറ്റ് സമ്പാദ്യ പദ്ധതികളിലോ ഈ തുക നിക്ഷേപിക്കാം. മൂന്നാമതായുള്ള തുക വളരെ ദീർഘമായ കാലങ്ങളിലേക്ക് മാറ്റിവെക്കുന്നതാണ്. ഇത് ഓഹരികളിലോ ബോണ്ടുകളിലായോ നിക്ഷേപിക്കാം. അതായത് നിങ്ങൾ തന്നെ സ്വരുക്കൂട്ടുന്ന സമ്പാദ്യത്തെ ഉപയോഗപ്പെടുത്തി സുരക്ഷിതവും സന്തുലിതവുമായ ഒരു വിരമിക്കൽ ജീവിതം കെട്ടിപ്പടുക്കാൻ ബക്കറ്റ് സ്ട്രാറ്റജി സഹായിക്കുമെന്ന് സാരം. 4. ആരോഗ്യ ഇൻഷുറൻസ്. റിട്ടയർമെൻറ്റ് സ്ട്രാറ്റജിയിൽ ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾക്ക് നിർണായക പങ്ക് വഹിക്കുന്നു. വർദ്ധിച്ചു വരുന്ന മെഡിക്കൽ ചെലവുകളിൽ നിന്നും പരിരക്ഷ നേടുന്നതിനുള്ള റിട്ടയർമെൻറ്റ് പ്ലാനിങ്ങിൻ്റെ നിർണായക ഭാഗമാണ് ഹെൽത്ത് ഇൻഷുറൻസ്. പ്രായത്തിനനുസരിച്ച് ആരോഗ്യ സംരക്ഷണ ചെലവുകൾ വർദ്ധിക്കുന്നതിനാൽ കാലക്കൂട്ടിയുള്ള സമഗ്രമായ ആസൂത്രണം നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കുന്നു. സീനിയർ സിറ്റിസൺ ഹെൽത്ത് പ്ലാനുകളിലെ സ്പെഷ്യലൈസ്ഡ് പോളിസികൾ പ്രയോജനപ്പെടുത്തിയാൽ പ്രായവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾക്ക് ഉയർന്ന പരിരക്ഷ ലഭിക്കും. 10 മുതൽ 20 ലക്ഷം വരെ കവറേജുള്ള ഉയർന്ന ഇൻഷുറൻസ് തുക തിരഞ്ഞെടുത്താൽ സാമ്പത്തിക ഭാരം വന്നു ചേരാതെ പ്രധാന മെഡിക്കൽ ചെലവുകൾ കൈകാര്യം ചെയ്യാനും സഹായകരമാകും. അതേപോലെ ക്രിട്ടിക്കൽ ഇൽനസ് പോളിസിയും സൂപ്പർ ടോപ്പ് പ്ലാനുകളും ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. 75-80 വയസ്സിനപ്പുറം കവറേജ് അനുവദിക്കുന്ന പോളിസികളും വേണം തിരഞ്ഞെടുക്കാൻ ശ്രമിക്കേണ്ടത്. എന്തായാലും കാത്തിരിപ്പ് കാലയളവും പോളിസി നിഷേധിക്കുന്ന പോലുള്ള സംഭവങ്ങൾ ഒഴിവാക്കുന്നതിന് റിട്ടയർമെൻറ്റിന് മുമ്പ് തന്നെ ഹെൽത്ത് ഇൻഷുറൻസ് വാങ്ങാൻ ശ്രദ്ധിക്കണം. കൂടുതൽ സാമ്പത്തിക വാർത്തകൾക്കും വിവരങ്ങൾക്കും ET മലയാളം ഫോളോയെ സബ്സ്ക്രൈബ് ചെയ്യുക.